നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ 14ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബയോളജിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നാളെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ബയോളജി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എല്ലാം SSCRT അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കിക്കേ. നമുക്ക് മസ്തിഷ്കം എന്ന ഭാഗത്തെ കുറിച്ചിട്ട് ആദ്യം നമുക്ക് നോക്കാം. മസ്തിഷ്കം നോക്കാം. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കി പോവാം കേട്ടോ. ഒരു റിവിഷൻ പോലെ കാണണം. പഠിക്കുന്ന അറിയാത്ത ഭാഗങ്ങൾ എത്തുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്താണ് മസ്തിഷ്കം എന്ന് പറയുന്നത്? എന്താണ്? നമുക്കറിയാം, മസ്തിഷ്കത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്താണ് പ്രധാനപ്പെട്ട ഒരു വിവര വിശകലന അവയവമാണ് അല്ലേ? മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വിവര വിശകലന അവയവമാണ് ഇത് മസ്തിഷ്കം എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തില് എന്താണ് ഓരോ നിർദ്ദേശങ്ങളും അല്ലേ, അതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ഏത് പ്രവർത്തിക്കുന്നത്? മസ്തിഷ്കം പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് അല്ലേ? നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഏത്? മസ്തിഷ്കം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ നാഡീവ്യവസ്ഥയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം എന്ന് പറഞ്ഞു. ഈ നാഡീവ്യവസ്ഥയിൽ തന്നെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉള്ളതും എവിടെയാണ്? മസ്തിഷ്കത്തിൽ തന്നെയാണ് കേട്ടോ. അത് പഠിക്കണം. ഇനി മസ്തിഷ്കത്തെ കുറിച്ചിട്ടുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുക? ഫ്രിനോളജി എന്നാണ് അറിയപ്പെടുക. മസ്തിഷ്കത്തെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? ഫ്രിനോളജി എന്നാണ് അല്ലേ? അതേപോലെ തന്നെ ഈ മസ്തിഷ്കം എന്ന് പറയുമ്പോൾ അതിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥയുണ്ട്, അതേപോലെ തന്നെ പിന്നെ ഏതാണുള്ളത്? കേന്ദ്ര നാഡീവ്യവസ്ഥയുണ്ട്, പെരിഫറൽ നാഡീവ്യവസ്ഥയുണ്ട്. മനസ്സിലായോ? അതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിലാണ് ഏത് വരുന്നത്? മസ്തിഷ്കം വരുന്നത്. മസ്തിഷ്കവും സുഷുമ്നിയും കേട്ടോ. അപ്പൊ രണ്ടെണ്ണം ഉണ്ട് നാഡീവ്യവസ്ഥയിൽ. ഒന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥയും രണ്ട് പെരിഫറൽ നാഡീവ്യവസ്ഥയും. അപ്പൊ ആ കേന്ദ്ര നാഡീവ്യവസ്ഥ അതിൽ വരുന്നതാണ് ഏത്? മസ്തിഷ്കവും സുഷുമ്നിയും. എന്നാൽ നമ്മൾ രണ്ടാമത് പറഞ്ഞു പെരിഫറൽ നാഡീവ്യവസ്ഥ അല്ലെ? ഈ പെരിഫറൽ നാഡീവ്യവസ്ഥ രണ്ടു തരം നാഡീവ്യവസ്ഥയാണുള്ളത്, കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. കേന്ദ്ര നാഡീവ്യവസ്ഥയിലാണ് മസ്തിഷ്കവും സുഷുമ്നിയും വരുന്നത്. എന്നാൽ പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ വരുന്നത് എന്തൊക്കെയാണ്? 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളുമാണ് ഇതിൽ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫ്രിനോളജി എന്നാണ് പറയുന്നത്. മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ്? 1300 to 1400. ഒരു 0 കൂടിപ്പോയിട്ടുണ്ട്. വെട്ടിടനെ. 1300 to 1400 ഗ്രാം ആണ് മസ്തിഷ്കത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. ഇനി മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണം ഏതാന്ന് ചോദിച്ചാൽ മെനിഞ്ചസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണം ഏതെന്ന് ചോദിച്ചാൽ മെനിഞ്ചസ് ആണ് അല്ലെ? മെനിഞ്ചസ് ആണ്. ഓക്കെ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണം ഏതാണ്? മെനിഞ്ചസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറയും ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണം ഏതാണ്? പ്ലൂറയാണ് അല്ലെ? ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണം ഏതാണ്? പ്ലൂറയാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ മസ്തിഷ്കത്തിൽ തന്നെ പല ഇതുണ്ട് അല്ലെ? അപ്പൊ അതിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഏതൊക്കെ പഠിക്കും? സെറിബ്രം പഠിക്കും, പിന്നെ ഏതാ പഠിക്കുക? സെറിബെല്ലം പഠിക്കും, തലാമസ് പഠിക്കും, ഹൈപ്പോ തലാമസ് പഠിക്കും, മെഡുല്ല ഒബ്ലാങ്കേറ്റ പഠിക്കും. ഇതൊക്കെയാണ് നമ്മൾ മസ്തിഷ്കം പഠിക്കുമ്പോൾ പഠിക്കാറുള്ളത് അല്ലേ? അത് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് സെറിബ്രം എന്താണെന്ന് നോക്കാം അല്ലേ? മസ്തിഷ്കത്തിലെ ഒരു ഭാഗമാണ് ഏത്? സെറിബ്രം എന്ന് പറയുന്നത്. ഈ സെറിബ്രം പറഞ്ഞാൽ എന്തൊക്കെ നമുക്ക് പഠിക്കാം? ഐച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് അല്ലേ? ഐച്ഛിക പ്രവർത്തനം, അതായത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അത് ഏതൊക്കെയാണ്? നമുക്ക് ബുദ്ധി തരുന്നതും നമുക്ക് ഓർമ്മശക്തി ഉണ്ടാകുന്നതും നമുക്ക് ബോധം ഉളവാക്കുന്നതും ഒക്കെ ഏതാണ്? മസ്തിഷ്കത്തിലെ സെറിബ്രത്തിന്റെ പ്രവർത്തനം വഴിയാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി എന്താണ്? മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗമാണ് ഏത്? സെറിബ്രം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? സെറിബ്രം എന്ന് പറയുന്നത്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഏത്? സെറിബ്രം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭാവന, ചിന്ത, ബുദ്ധി, ഓർമ്മ ഒക്കെ മനസ്സിലായ, സ്വബോധം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഭാവന, ചിന്ത, ഇതൊക്കെ കൊടുക്കണം കേട്ടോ. അതില് ഭാവന, ചിന്ത ഇതൊക്കെ
ഇതൊക്കെ എന്താണ് എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് മനസ്സിലായോ? ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടത് ഇന്ദ്രിയാനുഭവങ്ങൾ അല്ലെ, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാലും സെറിബ്രമാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ മനുഷ്യൻ എന്താണ് മൃഗങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. നമ്മൾ മൃഗങ്ങളും ഒന്നാണോ? അല്ല. അപ്പൊ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? സെറിബ്രമാണ്. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ സെറിബ്രമാണ്. ഈ സെറിബ്രത്തിന് എന്താണ് ധാരാളം മടക്കുകളുണ്ട്. എന്താണ്? ധാരാളം മടക്കുകള്, അതുപോലെ തന്നെ ചുളിവുകള് ഒക്കെ, ധാരാളം മടക്കുകളും ചുളിവുകളും ഒക്കെ കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഏത്? സെറിബ്രം എന്ന് പറയുന്നത്. ഇനി സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം, സെറിബ്രത്തിന്റെ പുറം ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? കോർട്ടെക്സ് എന്നാണ്. സെറിബ്രത്തിന്റെ പുറം ഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് എന്നാണ്. എന്നാൽ ഉൾഭാഗം അറിയപ്പെടുന്നത് എന്താണ്? മെഡുല്ല എന്നാണ്. പ്രീവിയസ് ചോദ്യമാണ്. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടെക്സ് എന്നും സെറിബ്രത്തിന്റെ ആന്തരഭാഗം അറിയപ്പെടുന്നത് മെഡുല്ല എന്നുമാണ്. ഓക്കെ ആണോ? അപ്പോൾ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണം ഏതെന്ന് ചോദിച്ചാൽ മെനിഞ്ചസ് ആണ്. എന്നാൽ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സംരക്ഷിക്കുന്ന അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ, അവിടെ അസ്ഥി ആണ് ചോദിച്ചാൽ അത് കപാലമാണ് കേട്ടോ. തലയോട്, കപാലം എന്ന് പറഞ്ഞാൽ തലയോട്. 2 പോയിന്റും വ്യത്യാസമുള്ളത് പഠിക്കണം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണം ചോദിച്ചാൽ മെനിഞ്ചസ്, മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന അസ്ഥി ഏതാന്ന് ചോദിച്ചാൽ കപാലമാണ്. മസ്തിഷ്കത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഫ്രിനോളജി. മസ്തിഷ്കത്തിന്റെ ഭാരമാണ് 1300 to 1400 ഗ്രാം ആണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നതാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഐച്ഛിക പ്രവർത്തനങ്ങളെ കേന്ദ്രം, സ്വബോധം, ബുദ്ധി, ഓർമ്മ, ഭാവന, ചിന്ത ഇതിന്റെ കേന്ദ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതും ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതും ഒക്കെ ഏതാണ്? സെറിബ്രമാണ്. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടെക്സ് ആണ്. സെറിബ്രത്തിന്റെ ആന്തരഭാഗം മെഡുല്ലയാണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ അറിയപ്പെട്ടല്ലോ. ഈ കോർട്ടെക്സ് ഉണ്ടല്ലോ, ഇതിൽ ഈ കോർട്ടെക്സും അതുപോലെ തന്നെ മെഡുലിയും പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഈ സെറിബ്രത്തില് നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ട് അല്ലെ, ആ സംസാരിക്കുന്ന ശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇപ്പൊ സംസാര ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സെറിബ്രത്തിലെ ഭാഗമാണ് ഏത്? ബ്രോക്കസ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ബ്രോക്കസ് ഏരിയ സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ബ്രോക്കസ് ഏരിയ. എന്നാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു പരിചയമുള്ള ഒരു വസ്തുക്കളുടെ പേര് ഇല്ലേ കേൾക്കുന്ന സമയത്ത് അതിന്റെ ചിത്രം മനസ്സിൽ തെളിയും ഇല്ലേ. ഇപ്പൊ ഏതെങ്കിലും ഒരു വസ്തു, ഇപ്പൊ നമ്മളൊരു കേക്ക് എന്ന് പറയുന്നത്, കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, നമ്മൾ കേക്ക് എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കില്ല. നമ്മൾ റെഡ് വെൽവെറ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിപ്പിക്കും അല്ലേ. അതങ്ങനെ ആ പിക്ചർ നമ്മുടെ മനസ്സിൽ അങ്ങനെ തെളിയണമെങ്കിൽ അത് നമ്മുടെ സെറിബ്രത്തിലെ ഏത് ഭാഗമാണ്? അത് വെർണിക്സ് ഏരിയ ആണ്. എന്താണ്? വെർണിക്സ് ഏരിയ കേട്ടോ. വെർണിക്സ് ഏരിയ. ഓക്കെ ആണോ? അപ്പൊ ബ്രോക്കസ് ഏരിയ സംസാരശേഷിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ അതിന്റെ പിക്ചർ നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ടെങ്കിൽ അത് സെറിബ്രത്തിലെ ഏത് ഭാഗമാണ് എന്ന് ചോദിച്ചാൽ അത് വെർണിക്സ് ഏരിയ ആണ്. ഓക്കെ ആണോ ടാ? ഓക്കെ, നമ്മൾ സെറിബ്രവുമായി ബന്ധപ്പെട്ടു. ഇനി നമുക്ക് മസ്തിഷ്കത്തിന്റെ മറ്റൊരു ഭാഗമാണ് ഏത്? ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പരിപാലനവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഏത്? ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ആന്തര സമസ്ഥിതി പരിപാലനവുമായി ബന്ധപ്പെട്ട, ആന്തര സമസ്ഥിതി അതായത് ഉള്ളിലുള്ളത് അല്ലെ. അപ്പൊ ഈ ആന്തര സമസ്ഥിതി പരിപാലനം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ വരും? അതായത് നമുക്ക് വിശപ്പുണ്ടാക്കുന്നത്, നമുക്ക് ദാഹം തോന്നുന്നത്, നമുക്ക് ഉറക്കം വരുന്നത്, മനസ്സിലായി? വിശപ്പ്, ദാഹം, ഉറക്കം, അതുപോലെ തന്നെ ലൈംഗികാസക്തി. എന്താണ്? ലൈംഗികാസക്തി എന്നിവയുടെയൊക്കെ കേന്ദ്രം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. മനസ്സിലായോ? അതേപോലെ തന്നെ ഈ ഹൈപ്പോതലാമസിന്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് ഉണ്ടല്ലോ, നമ്മുടെ ശരീരം ചൂടുണ്ടാവും അല്ലെ, അതുപോലെ ശരീരത്തിൽ നമ്മുടെ ജലത്തിന്റെ അളവുണ്ടാവും അല്ലെ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ ശരീരോഷ്മാവ്, ശരീരത്തിലെ ജലത്തിന്റെ അളവ് ഇതൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്
ഏത് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ആന്തര സമസ്ഥിതി, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആന്തര സമസ്ഥിതി പരിപാലനവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഹൈപ്പോ തലാമസ്. അതുപോലെ തന്നെ വിശപ്പ്, ദാഹം, ഉറക്കം, ലൈംഗികാസക്തി എന്നിവയുടെയൊക്കെ കേന്ദ്രമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്ന ഭാഗമാണ്. നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. ഇതൊക്കെ ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് തലാമസിന് ചുവട്ടിലായിട്ടാണ് ഏത് കാണപ്പെടുന്നത്? ഹൈപ്പോ തലാമസ് കേട്ടോ. തലാമസിന് ചുവട്ടിലായിട്ട് കാണപ്പെടുന്ന ഹൈപ്പോ തലാമസില് ഹോർമോണുകൾ സ്രവിക്കുന്ന എന്തുണ്ട്? നാഡീയ ശ്രവണ കോശങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പൊ തലാമസിന് തൊട്ട് താഴെയായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഹൈപ്പോ തലാമസ്. ഓക്കെ ആണോ? അതവിടെ പഠിച്ചു വെക്കാം. ഇനി അടുത്തൊരു ഭാഗമാണ് മസ്തിഷ്കത്തിലെ സെറിബെല്ലം എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാ? നമ്മൾ ഒന്നാം സ്ഥാനം പഠിച്ചത് സെറിബ്രം ആണ്. ഒന്നാം സ്ഥാനം, ഏറ്റവും വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം. എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ള ഭാഗമാണ് ഏത്? സെറിബെല്ലം. ഓക്കെ, രണ്ടാം സ്ഥാനത്താണ് ഏത്? സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഏത്? സെറിബെല്ലം എന്ന് പറയുന്നത്. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം വെരി ഇമ്പോർട്ടന്റ് ആണ്. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഏത്? സെറിബെല്ലം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ തുലന നില പരിപാലിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ്. ഓക്കെ, ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. മദ്യം കഴിക്കുന്നില്ലേ? മദ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സെറിബെല്ലത്തിലാണ്. അപ്പൊ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. അതേപോലെ ശരീരത്തിന്റെ തുലന നില പരിപാലിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ്. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. ഓക്കെ ആണോ? അതേപോലെ തന്നെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. എന്താണ്? ലിറ്റിൽ ബ്രെയിൻ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. അതേപോലെ തന്നെ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നത് അല്ലെ, ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഏത്? സെറിബെല്ലം. അവിടെ ചുളിവുകളും മടക്കുകളും എന്ന് പറഞ്ഞു സെറിബ്രം. എന്നാൽ ഇവിടെ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നത് സെറിബെല്ലത്തിലാണ്. മനസ്സിലായോ? മദ്യം ബാധിക്കുന്നത്, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്, ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നത്, ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നത്. അതേപോലെ തന്നെ സെറിബ്രത്തിന് പിന്നിലായിട്ട് താഴെ രണ്ട് ദളങ്ങൾ പോലെ കാണപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തലാമസിന്റെ തൊട്ട് താഴെയാണ് ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞു. എന്നാൽ സെറിബ്രത്തിന് തൊട്ട് താഴെ സെറിബെല്ലം എങ്ങനെയാണ്? സെറിബ്രത്തിന് പിന്നിൽ കേട്ടോ. സെറിബ്രത്തിന് പിന്നിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെറിബ്രത്തിന് പിന്നിലാണ് കേട്ടോ. സെറിബ്രത്തിന് പിന്നിലായിട്ട് രണ്ട് ദളങ്ങളായിട്ടാണ് ഏത് കാണപ്പെടുന്നത്? സെറിബെല്ലം കാണപ്പെടുന്നത്. അടുത്ത് നോക്ക്, നമുക്ക് മസ്തിഷ്കത്തിന്റെ മറ്റൊരു ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ പ്രത്യേകത എന്താണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളെ, ഐച്ഛിക പ്രവർത്തനം സെറിബ്രമാണ്. എന്നാൽ അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ഏത്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. അതായത് അനൈച്ഛിക അല്ലെ, മോശം പ്രവൃത്തി, ഹൃദയമിടിപ്പ്, ശ്വസന നിരക്ക്, രക്തക്കൊഴുകളുടെ സങ്കോചം, ചുമ, തുമ്മൽ, ഛർദി, ഇതൊക്കെ ഇതിന്റെ കേന്ദ്രമാണ് ഏത്? മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്താണ്? മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ഏത്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹൃദയമിടിപ്പ്, ശ്വസന നിരക്ക്, അതുപോലെ തന്നെ രക്തക്കൊഴുകളുടെ സങ്കോചം, പിന്നെ എന്തൊക്കെ വരും? പിന്നെ എന്തൊക്കെയാണ് വരിക? ഛർദി, തുമ്മല്, ചുമ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ആകൃതി എന്താകൃതിയാണ്? ദണ്ഡ ആകൃതിയാണ് കേട്ടോ. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ആകൃതി പ്രീവിയസ് ചോദ്യമാണ്. ദണ്ഡാകൃതിയിലാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇനി അടുത്തത് ഏതാണ് വരുന്നത്? നോക്കിക്കേ, ഇവിടെ നമുക്ക് തലാമസ് ഒന്ന് പഠിക്കാനുണ്ട്. തലാമസ് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നമുക്കിത് കഴിയട്ടെ. ഇനി നോക്കിക്കേ, നമ്മുടെ കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നതും മസ്തിഷ്കത്തിലെ ഭാഗമായിട്ടുള്ള ഏതാണ്? പോൺസ് ആണ്. എന്താണ്? പോൺസ്. അതായത് ഇത് ന്യൂ SCRT കിടക്കുന്നുണ്ട്. അതായത് ബ്രെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറോട് ആഡ് ചെയ്യാൻ മറന്നു. ഓക്കെ, അപ്പോൾ ഒരു ബ്രെയിൻ സിസ്റ്റം പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? സെറിബ്രം കൊടുത്തിട്ടുണ്ട്, സെറിബെല്ലം
കൊടുത്തിട്ടുണ്ട്. തലാമസ് ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്, അതേപോലെ തന്നെ മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മിഡില ഒബ്ലാങ്കേറ്റ്, അതൊക്കെ പറഞ്ഞിട്ട് ബ്രെയിനിന്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പോൺസ് പറഞ്ഞിട്ട് ഒരു ബ്രെയിൻ സിസ്റ്റം പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ മുഖത്ത് പേശികളൊക്കെ നമ്മളിങ്ങനെ ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ചലിക്കുന്നില്ലേ, ആ പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും ശ്വാസോച്ഛ്വാസം അല്ലെ, ശ്വാസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉച്ഛ്വാസമുണ്ട് നിശ്വാസമുണ്ട് അല്ലെ, ശ്വാസം പുറത്തേക്കും വിടുന്നുണ്ട് കീഴുന്നുണ്ട്. അപ്പൊ ഈ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നതും ഏതാണ്, ബ്രെയിൻ സിസ്റ്റത്തിലെ പോൺസ് ആണ്. എന്താണ് പോൺസ്, നമ്മൾ മുഖത്തല്ലേ പൗഡർ, മുഖത്തിലും കണ്ണിലും ഒക്കെ ആ പൗഡർ ഒക്കെ അതങ്ങനെ ചിന്തിച്ചാൽ മതി, പോൺസ് പൗഡർ ഇല്ലേ, അങ്ങനെ ചിന്തിക്കാം. ഇനി നോക്കിക്കേ, കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രതീകമായി വിലയിരുത്തുന്നതും കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിൽ പങ്കുവഹിക്കുന്നതും ഏതാണ്, മിഡ് ബ്രെയിൻ ആണ്. എന്താണ്, മിഡ് ബ്രെയിൻ ആണ്. പഠിച്ചു വെക്കണേ, മിഡ് ബ്രെയിൻ ആണ് കേട്ടോ. കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ അതേപോലെ തന്നെ പ്രതീകമായിട്ട് വിലയിരുത്തുന്നതും കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിൽ പങ്കുവഹിക്കുന്നതും ഏതാണ്, മിഡ് ബ്രെയിൻ ആണ്. മിഡ് ബ്രെയിൻ ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. നമുക്കടുത്തത് തലാമസ് നോക്കാം. തലാമസ് ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. എന്താണ് തലാമസിന്റെ പ്രത്യേകത? ഈ തലാമസ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്, നമ്മുടെ മസ്തിഷ്കത്തിലെ, അതായത് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്, തലാമസ് ആണ് കേട്ടോ. മസ്തിഷ്കത്തിലെ, അതായത് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ സെറിബ്രത്തിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ സെറിബ്രത്തിലേക്കും, അതേപോലെ തന്നെ ഈ സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പുനഃപ്രസരണത്തിന് സഹായിക്കുന്നതും ഏതാണ്, തലാമസ് ആണ്. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുള്ള, സെറിബ്രം ടു സെറിബ്രം ട്ടോ, സെറിബ്രം ടു സെറിബ്രം, സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുള്ള ആവേഗ പുനഃസംപ്രേഷണ കേന്ദ്രമാണ് തലാമസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേദന സംഹാരികൾ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഗുളിക കഴിക്കും, വേദന ഉണ്ടാകുമ്പോൾ വേദന സംഹാരികൾ കഴിക്കും അല്ലെ, ആ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഏത് ഭാഗത്താണ്, അത് അവിടെ എത്തുമ്പോഴാണ് നമുക്ക് വേദന മാറുന്നത്, ഏതാണ്, തലാമസിലാണ് കേട്ടോ. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഏത്, തലാമസ് എന്ന് പറയുന്നത്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്, തലാമസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്തുണ്ടല്ലോ, നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് നിദ്രാവേളയിൽ അതായത് നിദ്ര പറയുന്നത് ഉറക്കം അല്ലേ, ആ സമയത്ത് നമ്മുടെ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവും ഏതാണ്, തലാമസ് ആണ്. അവിടെ അത്രയും കാര്യങ്ങൾ തലാമസിനെ കുറിച്ചിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്തത് നോക്കുക, ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്, സുഷുമ്നാ നാഡിയാണ്. ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തന കേന്ദ്രം എന്നറിയപ്പെടുന്നത് സുഷുമ്നാ നാഡിയാണ്. ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏതാണ്, നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏതാണ്, നാഡീകോശമാണ്. ഓക്കെ ആണോ? ഇനി നാഡീകോശത്തിൽ കാണപ്പെടാത്ത കോശാംഗം ഏതാണ്, കാണപ്പെടാത്ത കോശാംഗം ഏതാണ്, സെൻട്രോസോമാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതെന്ന് ചോദിച്ചാൽ നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്, നാഡീകോശമാണ്. നാഡീകോശത്തിൽ കാണപ്പെടാത്ത കോശാംഗം ഏതെന്ന് ചോദിച്ചാൽ അത് സെൻട്രോസോമാണ്. എന്തൊക്കെയാണ് ഈ നാഡീകോശത്തിന്റെ പ്രത്യേകത? ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഒന്നില്ലേ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ്. പിന്നെ എന്താ പറയുക, വിഭജനശേഷി ഇല്ലാത്ത കോശമാണ്. എന്താണ്, വിഭജനശേഷി ഇല്ലാത്ത കോശമാണ് ഏത്, നാഡീകോശം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിഭജനശേഷി ഇല്ല, ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശമാണ്. എന്താണ്, ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യം ഉള്ള കോശം ഏതെന്ന് ചോദിച്ചാലും അത് നാഡീകോശമാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം, വിഭജനശേഷി ഇല്ലാത്ത കോശമാണ്, ജീവിത ദൈർഘ്യം കൂടുതലുള്ള കോശമാണ്. നാഡീകോശത്തിൽ കാണപ്പെടാത്ത കോശാംഗം ഏതെന്ന് ചോദിച്ചാൽ അത് സെൻട്രോസോമാണ്. ഇനി ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്ന നാഡീകോശത്തിന്റെ ഭാഗമാണ് ഏത്, ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. നാഡീകോശത്തിന്റെ ഒരു ഭാഗമാണ് ഏത്, ഡെൻഡ്രോണ്, ആക്സോണ്, ഷോൺ കോശങ്ങള്, അതുപോലെ തന്നെ സിനാപ്റ്റിക് നോബ്, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, നാഡീകോശത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ നാഡീകോശങ്ങളിൽ തന്നെ ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നത് ഡെൻഡ്രോണുകളാണ്. എന്നാൽ ആവേഗങ്ങളെ കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആക്സോണുകളാണ്. ആക്സോണിനെ വലയം ചെയ്യുന്നത് ഷോൺ കോശ
കോശങ്ങളാണ്. എന്നാൽ നാഡീയ പ്രേഷകം സ്രവിക്കുന്നത്, നാഡീകോശത്തിലെ നാഡീയ പ്രേഷകം സ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബാണ്. പഠിച്ചു വെക്കണേ. ആവേഗങ്ങളെ കോശ ശരീരത്തിലെത്തിക്കുന്ന നാഡീകോശം, ഈ നാഡീകോശത്തിന്റെ ഭാഗമാണ് ഏത് എന്ന് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? നാഡീകോശത്തിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. ആ നാഡീകോശത്തിന്റെ സ്ട്രക്ചറിലെ ഒന്നാണ് ഡെൻഡ്രോൺ. ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നത്. എന്നാൽ കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ആവേഗങ്ങൾ കൊണ്ടുപോകുന്നത് ആക്സോൺ ആണ്. ആക്സോണിനെ വലയം ചെയ്യുന്നതാണ് ഏത്? ഷോൺ കോശം എന്ന് പറയുന്നത്. ഇനി നാഡീകോശത്തിലെ നാഡീയ പ്രേഷകം സ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബാണ്. ഓക്കെ ആണോ? ഇനി അതേപോലെ തന്നെ വൈറ്റ് മാറ്റർ ഉണ്ട്, ഗ്രേ മാറ്റർ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും എന്താണ്? അതായത് നമ്മുടെ മസ്തിഷ്കത്തില് സുഷുമ്നിയിലൊക്കെ മൈലിൻ ഷിത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മനസ്സിലായി? നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. അതായത് നമ്മുടെ ഈ വൈറ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും എവിടെയൊക്കെയാണ്? മസ്തിഷ്കം, സുഷുമ്ന. ഓക്കെ, മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണപ്പെടുന്ന മൈലിൻ ഷിത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും, ഓക്കെ, എന്താണ്? മൈലിൻ ഷിത്ത് കൂടുതലുള്ള ഭാഗം. മൈലിൻ ഷിത്ത് കൂടുതൽ ആണെങ്കിൽ ആ ഭാഗം വൈറ്റ് മാറ്റർ എന്നറിയപ്പെടും. എന്നാൽ കോശ ശരീരവും മൈലിൻ ഷിത്തും ഇല്ലാത്ത നാഡീകോശം കാണപ്പെടുന്നതിനെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നു. മൈലിൻ ഷിത്തും ഇല്ല, പിന്നെ എന്താണ്? കോശ ശരീരവും ഇല്ലാത്ത ഭാഗത്തെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? മസ്തിഷ്കത്തിലും സുഷുമ്നിയിലും മൈലിൻ ഷിത്ത് കൂടുതലുള്ള ഭാഗം വൈറ്റ് മാറ്റർ എന്നും മസ്തിഷ്കത്തിലും സുഷുമ്നിയിലും മൈലിൻ ഷിത്ത് ഇല്ലാത്ത ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും പറയും. ഈ നാഡീകോശങ്ങളില് സംവേദ നാഡികളുമുണ്ട്, പ്രേരക നാഡികളുമുണ്ട്, സമ്മിശ്ര നാഡികളുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ എന്താണ് സംവേദ നാഡി? സംവേദങ്ങൾ വിവിധ ഗ്രാഹികളിൽ നിന്നും ആവേഗങ്ങൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായോ? വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നത് സംവേദ നാഡിയാണ്. ഇനി എന്താണ് പ്രേരക നാഡി? കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്ന് നിർദ്ദേശങ്ങൾ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരക നാഡിയാണ്. എന്നാൽ സമ്മിശ്ര നാഡി, രണ്ടും കൂടി ചേർന്നത്, വിവിധ ഗ്രാഹികളിൽ നിന്ന് ആവേഗങ്ങൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിലേക്കും കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്ന് നിർദ്ദേശങ്ങൾ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നതും സമ്മിശ്ര നാഡിയാണ്. അപ്പോൾ സംവേദം അല്ലെ, നമ്മൾ ഒരു കാര്യം ഒരാളോട് പോയി പറയണം. അപ്പൊ നമ്മൾ എന്ത് പോയി പറയുമ്പോഴും അവിടെ പ്രവർത്തനം ശക്തമാകണമെങ്കിൽ, അവിടെ നിയന്ത്രിക്കണമെങ്കിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തണം അല്ലേ? കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ രണ്ട് ഭാഗങ്ങളാണ് പറഞ്ഞത്, മസ്തിഷ്കവും സുഷുമ്നിയും എന്ന് പറഞ്ഞത്. അവിടെ പോയാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ അല്ലെ? മസ്തിഷ്കം ചെയ്യുന്നതുമാണ് അല്ലേ? അപ്പോ സംവേദം കൊടുക്കണം കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്ക് അല്ലെ? വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങളെ എന്ത് ചെയ്യാണ്? കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നത് സംവേദ നാഡിയാണ്. എന്നാൽ ആ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നിന്നുള്ള ആവേഗങ്ങളെ എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് നിർദ്ദേശം തരും അല്ലേ? നമുക്ക് മസ്തിഷ്കം നിർദ്ദേശം തരുമ്പോൾ അത് നമ്മുടെ ഓരോരോ അവയവങ്ങളിലേക്ക് എത്തിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ വിശക്കാണ്, അതിപ്പോ എന്ത് ചെയ്യും? നമുക്ക് വിശപ്പ് അനുഭവപ്പെടും. അപ്പൊ അവിടെ ആവേഗങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടാവും അല്ലെ? നമുക്ക് വിശപ്പ് അറിയിക്കും. അത് നമ്മൾക്ക് എന്ത് ചെയ്യണം? മസ്തിഷ്കത്തിലേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓടുന്ന ഭക്ഷണം കഴിക്കാൻ ഓടുന്നത് എവിടെയാണ്? മസ്തിഷ്കത്തിന് പറയാനല്ലേ വിശക്കണു എന്നുള്ളൊരു അറിയിപ്പ് നമുക്ക് തരികയാണ്. അപ്പൊ അത് കൊടുക്കുന്നത് ആരാ? സംവേദമാണ്. ഇനി തിരിച്ച് എന്ത് ചെയ്യും? മസ്തിഷ്കം പറഞ്ഞു നീ പോയി ഭക്ഷണം കഴിക്കില്ലേ എന്ന് പറഞ്ഞൊരു നിർദ്ദേശം എന്ത് ചെയ്യും? അവയവങ്ങളിലേക്ക് കൊടുക്കും അല്ലെ? തിരിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ എന്താ? പ്രേരക നാഡി. ഇനി ഈ രണ്ട് പ്രവൃത്തികളും ചെയ്യുന്നതാണ് ഇത് സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. ഈ നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ അല്ലെ, നമുക്ക് അതിനാണ് ഓരോരോ സ്കാനിങ്ങുകൾ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത് അല്ലെ? നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്യുന്നത്? സ്കാനിങ് പറയുന്നത്. അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? CT സ്കാന്, അതുപോലെ തന്നെ MRI സ്കാന്, EEG. ഓക്കെ, ഇതൊക്കെ എന്താണ്? നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാനാണ്. ഈ CT സ്കാൻ കണ്ടുപിടിച്ചത് ആരാണ്? CT സ്കാൻ കണ്ടുപിടിച്ചത് പ്രീവിയസ് ചോദ്യമാണ്, ഗോഡ്ഫ്രൈ ആണ്. ഗോഡ്ഫ്രൈ ഹൗൺസ്ഫീൽഡ്. ഗോഡ്ഫ്രൈ എന്നെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ഗോഡ്ഫ്രൈ ഹൗൺസ്ഫീൽഡ്. ഓക്കെ, ഇനി MRI സ്കാനിങ് കണ്ടെത്തിയത് ആരാ? MRI സ്കാന് റെയ്മണ്ട് വഹാൻ ആണ്. ആരാണ്? റെയ്മണ്ട് വഹാൻ ദമേദിയൻ ആണ്. ഓക്കെ, EEG ഹാൻസ് ബർജർ ആണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. EEG കണ്ടെത്തിയത് ഹാൻസ് ബർജർ ആണ്. നമ്മുടെ തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്?
29 നമ്മുടെ തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം, തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 29. മാറലിലെ അസ്ഥികളുടെ എണ്ണം 1 വാരിയെല്ലിലെ അസ്ഥികളുടെ എണ്ണം 24. നട്ടെല്ലില് 26. കൈകളില് ഒരു കൈയില് 30 മറ്റേ കൈയില് രണ്ട് കൈയില്ലേ, അപ്പൊ 30 × 2 60. കാലുകളില് 60, അത് ഒരു കാലില് 30 ആണ്, 30 അസ്ഥിയാണ്. അങ്ങനെ രണ്ട് കാലിലും കൂടി ആകുമ്പോൾ 60. തോൾ വലയത്തില് 4 എത്രയാണ്? തോൾ വലയം പറയുമ്പോൾ നമ്മുടെ രണ്ട് തോളും ഉണ്ട് അല്ലെ, ഒരു തോളില് 2 മറ്റേ തോളില് 2 അങ്ങനെ 4. ഇടുപ്പില് രണ്ട് ഭാഗം ഉണ്ട് അല്ലെ, നമ്മുടെ രണ്ട് ഭാഗത്ത് ആ ഇടുപ്പില് ഒരു ഭാഗത്ത് 1 മറ്റേ ഭാഗത്ത് 1 അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ 2 പഠിച്ചു വെക്കണേ. തലയോട്ടിൽ എത്രയാണ്? 29 അസ്ഥിയാണ്. മാറിലില് 1, വാരിയെല്ലിൽ 24, നട്ടെല്ലിൽ 26, കൈകളില് 60, കാല് 60, തോൾ വലയത്തിൽ 4, ഇടുപ്പില് 2. ഓക്കെ ആണോ? ഇനി നമ്മുടെ അസ്ഥികളെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? അസ്ഥികളെ കുറിച്ചിട്ടുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അസ്ഥികള് ഓസ്റ്റിയോളജി എന്ന് അറിയപ്പെടുന്നു. പഠിച്ചു വെക്കണം. അസ്ഥികളെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? ഓസ്റ്റിയോളജി ആണ്. ഈ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? നമ്മുടെ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അത് ഓക്സിജൻ ആണ്. ഏതാണ്? ഓക്സിജൻ ആണ് നമ്മുടെ അസ്ഥികളിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകം. എങ്കിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏതാണ്? നമ്മുടെ അസ്ഥികളിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. എങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമൂലകം ഏതാണ്? ലോഹമൂലകം അത് കാൽസ്യമാണ്. ഏതാണ്? കാൽസ്യമാണ്. ഓക്കെ ആണോ? ഇനി അസ്ഥികളിൽ കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? അസ്ഥികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻ, അതായത് മാംസ്യം ഏതാണ്? കൊളാജൻ ആണ്. ഏതാണ്? കൊളാജൻ ആണ്. പഠിച്ചു വെക്കണേ. ഇനി ഒരു കുട്ടിയിൽ, ഒരു നവജാത ശിശു, ഒരു കുഞ്ഞു പിറക്കുമല്ലോ, ആ നവജാത ശിശുവിലെ അസ്ഥികളുടെ എണ്ണം എത്രയായിരിക്കും? നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം 300 ആയിരിക്കും കേട്ടോ. ഇനി ഒരു പ്രായപൂർത്തിയായ അല്ലെ, നമ്മളെ പോലുള്ള പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ കാണുന്ന അസ്ഥികളുടെ എണ്ണം 206 ആയിരിക്കും കേട്ടോ. 206 ആയിരിക്കും. പഠിച്ചു വെക്കണേ. അസ്ഥികളെ കുറിച്ചിട്ടുള്ള പഠനം ഓസ്റ്റിയോളജി ആണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏതെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമൂലകം കാൽസ്യം ആണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ അത് കൊളാജൻ ആണ്. പഠിച്ചല്ലോ അസ്ഥികളെ കുറിച്ചിട്ട്. അതേപോലെ തന്നെ ഇനി നമ്മുടെ തലയോടില് കപാലുണ്ടല്ലോ, കപാലം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന അസ്ഥി ഏതെന്ന് ചോദിച്ചു അല്ലെ. ആവരണം ചോദിച്ചപ്പോൾ മെനിഞ്ചസ് പറഞ്ഞു. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന കപാലം അല്ലെങ്കിൽ തലയോട്ടിലെ കപാലത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഏതാണ്? ഫ്രോണ്ടല്, അതുപോലെ തന്നെ പരിയറ്റല്, ടെമ്പറല്, ഇതൊക്കെ ഏതാണ്? തലയോട്ടിലെ കപാലത്തിൽ കാണപ്പെടുന്ന അസ്ഥികളാണ്. ഇനി നമ്മുടെ മുഖത്തിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് മാൻഡിബിളും മാക്സിലയും. മുഖത്തിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് മാൻഡിബിൾ ആൻഡ് മാക്സില. ചെവിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ് കേട്ടോ. ചെവിയിൽ കാണപ്പെടുന്ന അസ്ഥി ഏതാണ്? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഈ മാലിയസിന്റെ ആകൃതി എന്താണ്? ചുറ്റിക. പ്രീവിയസ് ചോദ്യമാണ്. മാലിയസിന്റെ ആകൃതി എന്താണ്? ചുറ്റികയുടെ ആകൃതിയിലാണ്. ഇംഗസ് എന്തിന്റെ ആകൃതിയിലാണ്? ഇംഗസ് കുടക്കല്ലിന്റെ ആകൃതിയിലാണ്. ഏതാണ്? കുടക്കല്ലിന്റെ ആകൃതിയിലാണ്. ഓക്കെ. ഈ സ്റ്റേപ്പിസിന്റെ ആകൃതി എന്താണ്? കുതിരസവാരിക്കാരന്റെ പാദ അല്ലെ, കുതിരസവാരിക്കാരന്റെ പാദ ആണ് ഏത്? സ്റ്റേപ്പിസ്. ഇനി നമ്മുടെ തൊണ്ടയിൽ കാണപ്പെടുന്ന അസ്ഥി ഏതാ? തൊണ്ടയിൽ കാണപ്പെടുന്ന അസ്ഥി ഹയോയിഡ് ആണ്. ഏതാണ്? ഹയോയിഡ് ആണ് കേട്ടോ. നമ്മുടെ മാറിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് സ്റ്റെർണം. നട്ടെല്ലിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് കശേരുക്കൾ. നട്ടെല്ലിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് ഏത്? കശേരുക്കൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നട്ടെല്ലിൽ ഏതാണ്? കശേരുക്കൾ. തോളിലോ? സ്കാപ്പുലയും ക്ലാവിക്കിളും. ഓക്കെ. തോളിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് സ്കാപ്പുല ആൻഡ് ക്ലാവിക്കിൾ. ഇടുപ്പിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് പെൽവിസ്. കൈവിരലുകളിലോ? ഫലാഞ്ചസ്. കൈപാദത്തിലോ? നമ്മുടെ രണ്ട് കൈപാദം ഇല്ലേ, അതില് മെറ്റാകാർപ്പൽസ് ആണ്. ഏതാണ്? മെറ്റാകാർപ്പൽസ് ആണ്. നമ്മുടെ മണിബന്ധത്തില് ഏതാണ്? കാർപ്പൽസ് ആണ്. നമ്മുടെ കണങ്കയിൽ ഏതാ? കണങ്കയില് ഏതാണ്? റേഡിയസും അൾണിയും. ഭുജാസ്ഥിയില് ഹ്യൂമറസ് ആണ്. എന്താണ്? ഹ്യൂമറസ്. അപ്പൊ ഇത്രയും അസ്ഥികള് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ തോളിലെ അസ്ഥികൾ സ്കാപ്പുല, ക്ലാവിക്കിൾ ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. കൈവിരലുകളില് ഫലാഞ്ചസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തുടയെല്ലില്ലേ, ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഒക്കെ പ്രീവിയസ് ചോദ്യമാണ്. നമ്മുടെ തുടയെല്ലിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഏതാണ്? ഫീമർ കേട്ടോ. തുടയെല്ലിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഏത്?
നമ്മുടെ തുടയിലിൽ കാണപ്പെടുന്ന അസ്ഥി ഏതാണ്? ഫീമറാണ്. ഈ ഫീമറിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും നമ്മുടെ ശരീരത്തില് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത് എന്ന് ചോദിച്ചാൽ അത് തുടയിലെ ഫീമറാണ്. ഇനി നമ്മുടെ മുട്ടുചിരട്ട, നമ്മുടെ മുട്ടുംകാലില് ആ മുട്ടുചിരട്ടി ഉണ്ടല്ലോ, അതിൽ കാണപ്പെടുന്ന അസ്ഥി ഏതാണ്? പാറ്റല്ലയാണ്. ഏതാണ്? പാറ്റല്ല. ഇനി പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇനി ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും ചെറുത് ഏതാണ്? സ്റ്റേപ്പിസ് ആണ് കേട്ടോ, ചെറുതാണ്. ഓക്കെ, അപ്പൊ തുടയിലെ ഫീമർ, നമ്മുടെ തുടയില് കാണപ്പെടുന്ന അസ്ഥിയാണ് ഫീമർ. ആ ഫീമർ ആണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി, ഏറ്റവും നീളം കൂടിയ അസ്ഥി. എന്നാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ചെവിയിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ്. ഇനി ഈ സന്ധികളെ കുറിച്ചിട്ടുള്ള സന്ധി പറഞ്ഞ എന്താ? ജോയിന്റ് അല്ലെ, ആഗമസന്ധി ആദേശസന്ധി അല്ല. സന്ധികളെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? ആർത്രോളജിയാണ്. ജോയിന്റ് കേട്ടോ, അതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഇത്, ആർത്രോളജി. ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ ചലിക്കുന്ന സന്ധി ഏതാ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ചലിക്കുന്ന സന്ധി സൈനോവിയലാണ്. ഇതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചലിക്കുന്ന സന്ധി ഏതാണ്? സൈനോവിയൽ സന്ധിയാണ്. ആ സൈനോവിയൽ സന്ധികൾക്ക് ഉദാഹരണമാണ് ഇത് ഗോളരസന്ധിയും വിജാഗിരി സന്ധിയും. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി ചലിക്കുന്ന സന്ധിയാണ് സൈനോവിയൽ സന്ധി. സൈനോവിയൽ സന്ധിക്ക് ഉദാഹരണമാണ് ഗോളരസന്ധിയും വിജാഗിരി സന്ധിയും. ഗോളരസന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ തോളിലും ഇടുപ്പിലും ഒക്കെ കാണപ്പെടുന്ന സന്ധിയാണ് ഗോളരം. വിജാഗിരി സന്ധി പറഞ്ഞാൽ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. ഇനി കീലസന്ധി ഉണ്ട് അല്ലെ, നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായിട്ട് തലയോട് ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്നതാണ് ഏത്? കീലസന്ധി. നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗത്താണ് കീലസന്ധി. ഇനി തെന്നി നീങ്ങുന്ന സന്ധി എവിടെയാണ്? കൈക്കുഴിയിലും കാൽക്കുഴിത്തെയാണ് തെന്നി നീങ്ങുന്ന സന്ധിക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. സന്ധികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ആർത്രോളജി. ഏറ്റവും കൂടുതൽ ചലിക്കുന്ന സന്ധിയാണ് സൈനോവിയൽ സന്ധി. സൈനോവിയൽ സന്ധിക്ക് ഉദാഹരണമാണ് ഗോളരസന്ധിയും വിജാഗിരി സന്ധിയും. ഗോളരസന്ധിക്കാണ് തോളിലും ഇടുപ്പെല്ലും. വിജാഗിരി സന്ധിയാണ് കൈമുട്ടും കാൽമുട്ടിലെയും അസ്ഥികൾ കേട്ടോ. കീലസന്ധിയാണ് നട്ടെല്ലിലെ ആദ്യ കശേരുമായിട്ട് തലയോട് ചേരുന്ന ഭാഗത്താണ് കീലസന്ധി കാണപ്പെടുന്നത്. ഇനി തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്നത് കൈക്കുഴിയിലും കാൽക്കുഴിയിലും കാണപ്പെടുന്നതാണ്. അതേപോലെ ഈ സന്ധികളെ ബാധിക്കുന്ന ഒരു 2 രോഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് സന്ധികളെ ബാധിക്കുന്ന 2 രോഗങ്ങൾ? ഒന്ന് ഓസ്റ്റിയോപൈറോസിസ്. ഏതാണ്? ഓസ്റ്റിയോപൈറോസിസ്. ഏതാണ്? ഓസ്റ്റിയോപൈറോസിസ്. 2 റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. എന്താണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. എന്താണ് ഈ ഓസ്റ്റിയോപൈറോസിസ് വരാനുണ്ടാകുന്ന കാരണം? അതായത് കാൽസ്യം, അതുപോലെ തന്നെ പ്രോട്ടീൻ, അതുപോലെ വിറ്റമിൻ എന്നിവയുടെ അഭാവമാണ്. ഇതുണ്ടായാൽ ഓസ്റ്റിയോപൈറോസിസ്. എന്നാൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്താണ്? അതായത് നമ്മുടെ ഈ തരുണാസ്ഥി, അതുപോലെ ഈ സൈനോവിയൽ സ്തരം, ഇതിനെയൊക്കെ നശിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? ഈ എല്ലുകൾക്കൊക്കെ അസഹ്യമായ വേദന, അതുപോലെ തന്നെ നിർവീക്കം, നമ്മളെ ചലിപ്പിക്കാൻ സാധിക്കാത്തൊരവസ്ഥ, ഇതൊക്കെയാണ്. അതായത് ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയെ, അതായത് ചിലരിൽ എന്ത് ചെയ്യും? തരുണാസ്ഥിക്ക് എന്താണ്? തരുണാസ്ഥിക്കും സൈനോവിയൽ സ്തരത്തെയും ബാധിക്കുന്നതാണ്. ഏതാണ്? സൈനോവിയൽ സ്തരത്തെയും ബാധിക്കുന്നതാണ് കേട്ടോ. ഇത് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത മേഖലയിലേക്ക് കടക്കാം. അടുത്ത നമുക്ക് രക്തത്തെ കുറിച്ച് നോക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് രക്തത്തെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? ഹെമറ്റോളജി ആണ് അല്ലെ. രക്തത്തെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? ഹെമറ്റോളജി അല്ലെ. അതേപോലെ ജീവന്റെ നദി എന്ന് അറിയപ്പെടുന്നത് അല്ലെ, ജീവന്റെ നദി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഹെമറ്റോളജി ആണ്. പിന്നെ ഏതാണ് ഹെമറ്റോളജി? അതായത് രക്തമാണ് അല്ലെ. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ഈ രക്തമില്ലാത്ത ശരീരകല ഏതാണ്? രക്തമില്ലാത്ത ഒരു ശരീരകല ഏതാണ്? ഏതാണ്? എപ്പിത്തീലിയൻ കലയാണ്. ഏതാണ്? ഇതാണ് എപ്പിത്തീലിയൻ കലയാണ്. എന്നാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ്? അത് ഹെപ്പാരിൻ ആണ്. ഏതാണ്? ഹെപ്പാരിൻ ആണ്. പഠിച്ചു വെക്കണം കേട്ടോ, അത് പ്രീവിയസ് ചോദ്യങ്ങളാണ്.
നമ്മുടെ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതെന്ന് ചോദിച്ചാൽ അത് ഹെപ്പാരിൻ ആണ്. ഇനി രക്തത്തിന്റെ pH എത്രയാണ്? 7.4. രക്തത്തിന്റെ pH എത്രയാണ്? 7.4. അപ്പോൾ ഒരു ശരീരത്തിൽ എത്ര അളവ് രക്തമാണ്? 5 to 6 ലിറ്റർ ഉണ്ടാവും. ഇനി രക്തദാനം ചെയ്യുന്ന സമയത്ത് എത്ര മില്ലിയാണ് കൊടുക്കേണ്ടത്? 300 ആണ് കേട്ടോ. എത്രയാണ്? 300 മില്ലി കേട്ടോ. 300 മില്ലിയാണ് രക്തം കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ എത്ര പ്രായപരിധി? 18 to 60 കേട്ടോ. പ്ലാസ്മ നമ്മുടെ മനുഷ്യ ശരീരത്തില് രക്തത്തില് കാണപ്പെടുന്നതാണ് ഏത്? പ്ലാസ്മ. ഓക്കെ, രക്തത്തിൽ കാണപ്പെടുന്നത് എന്താണ്? പ്ലാസ്മ. പ്ലാസ്മ എത്ര ശതമാനമാണ്? 55%. ഓക്കെ ആണോ? ഒരു മിനിറ്റ്. രക്തത്തെ കുറിച്ചിട്ടുള്ള പഠനം ഹെമറ്റോളജി. രക്തത്തിന്റെ pH 7.4. എത്ര അളവാണ്? 5 to 6 ലിറ്റർ ആണ് ശരീരത്തിൽ ഉണ്ടാവുക. രക്തദാനം എത്രയായിരിക്കണം? 300 മില്ലി ആയിരിക്കണം കേട്ടോ. നമ്മൾ രക്തദാനം ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൊടുക്കാൻ കഴിയുന്ന രക്തം എത്രയാണ്? 300 മില്ലിയാണ് കേട്ടോ. എത്ര പ്രായപരിധിയിലുള്ളവർക്കേ പറ്റൂ? 18 to 60 വയസ്സിനുള്ളവർക്കേ പറ്റുള്ളൂ. ഇനി നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്നതാണ് പ്ലാസ്മ. എന്തൊക്കെ കാണപ്പെടുന്നുണ്ട് നമ്മുടെ രക്തത്തില്? പ്ലാസ്മയുണ്ട്, അതുപോലെ തന്നെ രക്തകോശങ്ങളും. ഇത് രണ്ടും ചേർന്നിട്ടാണ് രക്തം കാണപ്പെടുന്നത്. അതില് പ്ലാസ്മ എന്ന് പറയുന്നത് 55%. രക്തകോശങ്ങളോ 45%. ഓക്കെ, അപ്പൊ 90% ആയല്ലോ. നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്ന പ്ലാസ്മയുടെ അളവ് 55%. രക്തത്തിലെ രക്തകോശങ്ങളുടെ അളവ് 45%. ഏതൊക്കെയാണ് രക്തകോശങ്ങൾ? RBC അരുണ രക്താണുക്കൾ, WBC ശ്വേത രക്താണുക്കൾ, പ്ലേറ്റ്ലേറ്റ്. ഈ 3 രക്തകോശങ്ങൾ കാണപ്പെടുന്നത്. ഇനി ഈ ഇനി ഈ പ്ലാസ്മയിൽ തന്നെ എന്തുണ്ട്? പ്ലാസ്മ 55% എന്ന് പറഞ്ഞു അല്ലെ. ഈ പ്ലാസ്മ 55% എന്ന് പറഞ്ഞു. ഈ പ്ലാസ്മയിൽ തന്നെ എന്തുണ്ട്? ജലമുണ്ട് അല്ലെ. ജലം എന്ന് പറയുന്നത് 90 to 92%. മനസ്സിലായോ? പ്ലാസ്മ 55% എന്ന് പറഞ്ഞു. അതിൽ തന്നെ 90 to 92% എന്താണ്? ജലമാണ്. അതേപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഏതാണ്? പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ എത്ര ശതമാനം വരും? 7 to 8% വരെ വരും. മനസ്സിലാവുന്നുണ്ടോ? 7 to 8% വരെ പ്ലാസ്മയിൽ പ്രോട്ടീൻ ഉണ്ട്. പിന്നെ മറ്റ് ഘടകങ്ങളും. അങ്ങനെയാണ് 100%ലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ രക്തത്തിൽ കാണപ്പെടുന്ന പ്ലാസ്മ 55%. ആ 55% എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ 100% കണക്കാക്കും അല്ലെ. അതിൽ തന്നെ 90 to 92% ഏതാണ്? ജലമാണ്. ബാക്കി 7 to 8% പ്രോട്ടീൻ ആണ്. പിന്നെ മറ്റ് ഘടകങ്ങളും. അങ്ങനെയാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നത്. മറ്റ് ഘടകം പറയുമ്പോൾ ഈ കൊഴുപ്പും യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ അങ്ങനെ എക്സെട്രാ ഒക്കെ വരും കേട്ടോ. ഇനി അതേപോലെ തന്നെ ഈ അതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രോട്ടീൻ ഏതൊക്കെയാണ്? രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഓക്കെ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഈ ആൽബുമിന്റെ ധർമ്മം എന്താണ്? എന്താണ് ആൽബുമിന്റെ ധർമ്മം? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത്. എന്താണ്? രക്തസമ്മർദ്ദം പ്രീവിയസ് ആണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ഏതാണ്? രക്തത്തിലെ ആൽബുമിൻ എന്ന പ്രോട്ടീൻ ആണ്. എങ്കിൽ ഗ്ലോബുലിൻ എന്താണ്? ഗ്ലോബുലിന്റെ ധർമ്മം എന്താണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത്. എന്താണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ഗ്ലോബുലിൻ ആണ്. എങ്കിൽ ഫൈബ്രിനോജൻ എന്താണ്? ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഈ ബ്ലഡ് ബാങ്കിൽ നമ്മൾ രക്തം സൂക്ഷിക്കും അല്ലെ ഹോസ്പിറ്റലിലൊക്കെ. അത് എത്ര ഡിഗ്രി സെൽഷ്യസിലായിരിക്കും? പ്രീവിയസ് ചോദ്യമാണ്. 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ബ്ലഡ് ബാങ്കിൽ എന്ത് ചെയ്യുക? രക്തം സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഈ ബ്ലഡ് ബാങ്കിൽ നമ്മൾ അവർക്ക് രക്തം കൊടുക്കുന്ന സമയത്ത് രക്തം കട്ട പിടിക്കാൻ പാടില്ല അല്ലെ. അത് ആ ദ്രാവക രൂപത്തിൽ തന്നെ ഇരിക്കണം. എങ്കിൽ ഈ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഏത് വസ്തുവാണ് അവിടെ ചേർക്കുക?
രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്കുകളിൽ ചേർക്കുന്ന വസ്തു ഏതാണ്? രാസവസ്തു സോഡിയം സിട്രേറ്റ് ആണ്. ഏതാണ്? സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. അപ്പൊ രക്തത്തിന്റെ ദ്രാവക ഭാഗം ഏതാന്ന് പറഞ്ഞത് നമ്മള് പ്ലാസ്മയാണ് എന്ന് പറഞ്ഞു അല്ലെ. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ് അല്ലെ. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് എത്രയാ പറഞ്ഞത്? 55% പറഞ്ഞു അല്ലെ. ജലത്തിന്റെ അളവ് എത്രയാ പറഞ്ഞത്? 90 to 92%. പ്ലാസ്മയിൽ പ്രോട്ടീന്റെ അളവ് എത്രയാന്ന് പറഞ്ഞത്? 7 to 8. മറ്റു ഘടകങ്ങൾ എത്രയാ? 1 to 2% വരെ വരും. രക്തത്തിലെ പ്രോട്ടീനായ ആൽബുമിന്റെ ധർമ്മം എന്താണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത്. ഗ്ലോബുലിൻ എന്താ? രോഗപ്രതിരോധത്തിന് സഹായിക്കും. അതുപോലെ തന്നെ ഗ്ലോബുലിന് ആന്റിബോഡികൾ നിർമ്മിക്കാനും ഉപയോഗിക്കും. ആന്റിബോഡികൾ നിർമ്മിക്കാനും ഗ്ലോബുലിൻ സഹായിക്കുന്നുണ്ട്. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. ഈ പാറ്റയുടെ രക്തത്തിന്റെ നിറം എന്താണ്? നിറം എന്താണ്? പാറ്റയുടെ വെള്ളയാണ് കേട്ടോ. ഏതാണ്? വെള്ളയാണ്. എന്നാൽ നീരാളിയുടെ ഏതാണ്? നീരാളിയുടെ മണ്ണിരയുടെ എന്താ? മണ്ണിര രക്തത്തിന്റെ നിറം. ഈ കുളയട്ട ഇതിന്റെയൊക്കെ നിറം എന്താണ്? പാറ്റയുടെ വെള്ള പ്രീവിയസ് ചോദ്യമാണ്. നീരാളി നീല, മണ്ണിര അല്ലെ ചുവപ്പ്. കുളയട്ടയുടെയോ? പച്ച കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് അതില് പാറ്റയുടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മള് രക്തത്തിൽ പറഞ്ഞു 3 എന്തുണ്ട്? രക്തകോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞത്? WBC, RBC, പ്ലേറ്റ്ലേറ്റ് പറഞ്ഞു. നമുക്ക് അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലേറ്റ് ഉണ്ട്. രക്തത്തിലെ രക്തകോശങ്ങളാണ് അല്ലെ. 3 തരം രക്തകോശങ്ങളാണ്. ഒന്ന് RBC. എന്താണ് RBC? അരുണ രക്താണുക്കൾ. അരുണ രക്താണുക്കൾ. WBC ശ്വേത രക്താണുക്കൾ. പിന്നെ പ്ലേറ്റ്ലേറ്റ് അല്ലെ. ഈ രക്തകോശങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ രക്തകോശങ്ങളായ ഈ 3 നിർമ്മിക്കപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? അസ്ഥിമജ്ജ. എവിടെയാണ്? അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ ആണോ? ഇനി ഈ ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ്സ് ആണ്. എന്താണ്? എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ്. ഓക്കെ ആണോ? ഇതിന്റെ ആകൃതി എന്താണ്? ഇതിന്റെ ആകൃതി ഡിസ്ക് ആകൃതിയാണ്. ഓക്കെ ആണോ? ഇതിന് ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. നിറം എന്താണ്? അരുണ രക്താണുക്കൾ RBC റെഡ് ബ്ലഡ് സെൽ, റെഡ് അല്ലേ, അപ്പൊ ചുവപ്പ്. ഓക്കെ ആണോ? 1 milliliter രക്തത്തിൽ എത്ര ഉണ്ടാകും RBC? 1 milliliter രക്തത്തിൽ എത്ര RBC ഉണ്ടാകും? 45 മുതൽ 60 ലക്ഷം വരെ. മനസ്സിലായോ? 45 മുതൽ 60 ലക്ഷം വരെ. 45 മുതൽ 60 ലക്ഷം വരെ. ഇനി ഇതിന്റെ പ്രവർത്തനം എന്താണ്? ശ്വസനവാതകങ്ങളുടെ സംവഹനം. മനസ്സിലായോ? ശ്വസനവാതക സംവഹനം നടത്തുന്നത് അരുണ രക്താണുക്കളാണ്. ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ്സ് ആണ്. ഡിസ്കിന്റെ ആകൃതിയാണ്. നമ്മുടെ രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ് ഏത്? RBC എന്ന് പറയുന്നത്. അത്രയാണ് ആയുസ് 120 ദിവസമാണ് കേട്ടോ. 120 ദിവസമാണ് എന്ത് ചെയ്യുന്നത്? RBCയുടെ ആയുസ് എന്ന് പറയുന്നത്. പിന്നെ ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ അത് അരുണ രക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് ഇത് അരുണ രക്താണുക്കൾ. അതുപോലെ തന്നെ മർമ്മം ഇല്ല. മർമ്മം പറഞ്ഞാൽ എന്താ? അവിടെ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആണ് മർമ്മം എന്ന് പറയുന്നത് അല്ലെ. ഇല്ലാത്ത രക്തകോശമാണ്. ഓക്കെ ആണോ? എന്നാൽ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞു, അരുണ രക്താണുക്കൾക്ക് മർമ്മമില്ല എന്ന് പറഞ്ഞു, ന്യൂക്ലിയസ് ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ മർമ്മം ഉള്ള അരുണ രക്താണുക്കൾ ഉള്ള ഒരു ജീവി ഉണ്ട്. അത് ഏതാണ്? മർമ്മമുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉള്ള അരുണ രക്താണുക്കളിൽ മർമ്മമുള്ള ഒരു ജീവി ഉണ്ട്. നമ്മളെല്ലാം എന്തായാലും ഒട്ടകം കേട്ടോ. ഏതാണ്? ഒട്ടകത്തില് RBCയില് മർമ്മമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് WBC പഠിക്കാം. WBCയില് ശ്വേതരക്താണുക്കൾക്ക് എന്തില്ല? വ്യക്തമായ ആകൃതി ഇല്ല. വ്യക്തമായ ആകൃതി ഇല്ല. മർമ്മമുണ്ടോ? മർമ്മമുണ്ട്. ഓക്കെ ആണോ? നിറമുണ്ടോ? നിറമില്ല. ഓക്കെ, നിറമുണ്ടോ? നിറമില്ല. ഓക്കെ, അതിന് വർണ്ണം എന്താണ്?
നിറം എന്താണ് ഇല്ല, ഇവിടെ ചുവപ്പാണ് അല്ലേ. അതേപോലെ തന്നെ ഇതിന്റെ ഈ ചുവപ്പ് ഏതാണ്, ഹീമോഗ്ലോബിൻ്റെ, നമ്മൾ HB നോക്കുക എന്നൊക്കെ പറയും അല്ലേ, ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. ഓക്കെ, ഇതിന് നിറമുണ്ടോ ചോദിച്ചാൽ നിറമില്ല. ആയുസ് എത്രയാണ് 5000 മുതൽ 10000 വരെ RBCയുടെ എണ്ണം കാണും. മനസ്സിലായോ? എത്രയാണ് 5000 മുതൽ എത്രയാണ് 10000 വരെ എന്തുണ്ട്, 1 മില്ലി രക്തത്തില് WBC ഉണ്ട്. രോഗപ്രതിരോധമാണ് ആളിന്റെ ധർമ്മം. ഏതാണ്? രോഗപ്രതിരോധമാണ് ആളിന്റെ ധർമ്മം. മനസ്സിലായോ? അപ്പോൾ അതേപോലെ ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഇവിടെ നമ്മൾ എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു അല്ലേ. എങ്കിൽ WBCയുടെ ശാസ്ത്രനാമം എന്താണ്? പ്രീവിയസ് ആണ് ല്യൂക്കോസൈറ്റ്. എന്താണ്? ല്യൂക്കോസൈറ്റ്. എന്താണ്? ല്യൂക്കോസൈറ്റ് കേട്ടോ. ആയുർദൈർഘ്യം എത്രയാണ്? 10 to 15 ദിവസമാണ് ഇതിന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പ്ലേറ്റ്ലേറ്റ് നോക്കാം. പ്ലേറ്റ്ലേറ്റിനും വ്യക്തമായ ആകൃതി ഇല്ല. മർമ്മം ഉണ്ടോ? ഇല്ല, മർമ്മം ഇല്ല. പിന്നെ നിറമുണ്ടോ? നിറം ഇല്ല. നിറമുണ്ടോ? നിറമില്ല. അപ്പൊ ശ്വേതരക്താണുക്കളിന് മാത്രമേ ഉള്ളൂ എന്ത്? മർമ്മം ഉള്ളത്. ഇനി എത്രയാണ് എണ്ണം? 1 മില്ലി രക്തത്തിൽ 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ്. പ്ലേറ്റ്ലേറ്റിന്റെ ധർമ്മം എന്താണ്? രക്തം കട്ടപിടിക്കൽ കേട്ടോ. രക്തം കട്ടപിടിക്കലാണ് എന്ത് ചെയ്യുന്നത്? പ്ലേറ്റ്ലേറ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത് കേട്ടോ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയണം? പ്ലേറ്റ്ലേറ്റ് എന്ന് പറയണം കേട്ടോ. പ്ലേറ്റ്ലേറ്റുകളുടെ ആയുർദൈർഘ്യം 7 ദിവസമാണ്. എത്രയാണ്? 7 ദിവസം. പ്ലേറ്റ്ലേറ്റുകളുടെ ശാസ്ത്രനാമം എന്താണ്? ത്രോംബോസൈറ്റ് ആണ്. എന്താണ്? ത്രോംബോസൈറ്റ് കേട്ടോ. അപ്പൊ എറിത്രോസൈറ്റ്സ് RBC, ലൂക്കോസൈറ്റ് WBC, ത്രോംബോസൈറ്റ് പ്ലേറ്റ്ലേറ്റ്. മർമ്മം ഉള്ളത് ആർക്ക് മാത്രമാണ്? WCക്ക് മാത്രമാണ്. ഇവിടെ നിറമുണ്ട്, ചുവപ്പ് നിറം. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് കൊണ്ടാണ് ചുവപ്പ് നിറം. ഇവിടെ രണ്ടാൾക്കും നിറമില്ല. ഇവിടെ ശ്വസനവാതക സംവഹനത്തിനും ഇവിടെ രോഗപ്രതിരോധത്തിനും ഇവിടെ രക്തം കട്ടപിടിക്കാൻ. ഇനി WBC തന്നെ ശ്വേതരക്താണുക്കളിൽ തന്നെ വേറെ രക്തകോശങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണോ? ശ്വേതരക്താണുക്കളിൽ തന്നെ ഉള്ള വെളുത്ത രക്തകോശങ്ങൾക്ക് ഉദാഹരണമാണ് ഏത്? ന്യൂട്രോഫില്, ഈസിനോഫില്, മോണോസൈറ്റ്, ബേസോഫില്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്രോഫിലിന്റെ ധർമ്മം എന്താ ചോദിച്ചാൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നതും ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതും ആരാണ്? ന്യൂട്രോഫിലാണ്. ഓക്കെ, ന്യൂട്രോഫിൽ എന്താണ്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നതും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ നിർമ്മിക്കുന്നതും ന്യൂട്രോഫിലാണ്. ഇനി എന്താണ് ഈസിനോഫിലിന്റെ ധർമ്മം? നമുക്ക് അലർജി ഉണ്ടാകും അല്ലെ. ആ അലർജി ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? രാസവസ്തുക്കളെ പുറത്തുവിടും. അതിനെ നിർവീര്യമാക്കുന്ന ശ്വേതരക്താണു ഏതെന്ന് ചോദിച്ചാൽ അത് ഈസിനോഫിലാണ്. എന്താണ്? അതായത് അലർജി ഉണ്ടാകുന്ന സമയത്ത് പുറത്തു വിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നത് ഈസിനോഫിലാണ്. എന്നാൽ മോണോസൈറ്റിന്റെ ധർമ്മം എന്താണ്? ഈ ബാക്ടീരിയകള് അതുപോലെ തന്നെ മൃതകോശങ്ങൾ എന്നിവയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഇതാണ് ഏത്? മോണോസൈറ്റ് എന്ന് പറയുന്നത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന. ഓക്കെ, മോണോസൈറ്റ് എന്താണ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ബാക്ടീരിയകള് മൃതകോശങ്ങൾ എന്നിവയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. ഇനി ബേസോഫിൽ ഏതാണ്? ഹെപ്പാരിനെയും ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്നത്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതാണ് ഏത്? ഹെപ്പാരിൻ ട്ടോ. നമ്മുടെ ശരീരത്തില് രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതാണ് ഏത്? പ്രീവിയസ് ആണ് ഹെപ്പാരിൻ. എന്നാൽ ഹിസ്റ്റമിൻ എന്താണ് ഹിസ്റ്റമിന്? അലർജി ഉണ്ടാകുന്ന സമയത്ത് വീക്കം ഉണ്ടാവും അല്ലെ. അലർജി ഉണ്ടായാൽ എന്താകും? വീക്കം സംഭവിക്കും. ആ അലർജി ഉണ്ടാകുന്ന സമയത്ത് വീക്കത്തിന് കാരണമാകുന്നത് ഏതാണ്? ഹിസ്റ്റമിൻ എന്ന ശ്വേതരക്താണുവാണ്. അപ്പൊ ഇതിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ബേസോഫിലാണ്. എന്താണ്? ബേസോഫിലാണ്. അതുപോലെ തന്നെ ലിംഫോസൈറ്റുകൾ ഉണ്ട്. എന്താ ലിംഫോസൈറ്റുകളുടെ ധർമ്മം? ലിംഫോസൈറ്റുകളുടെ ധർമ്മം എന്താണ്?
രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവയെ നശിപ്പിക്കുന്നതാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എപ്പോഴും PSCക്ക് ഒരു ഇഷ്ടമുള്ള ഒരു ചോദ്യം ഇവിടെയുണ്ട്. ശ്വേതരക്താണുക്കളായ ഫാഗോസൈറ്റുകൾ ഏതാണ്? എന്താ ഫാഗോസൈറ്റ് എന്ന് പറഞ്ഞാൽ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ് ഏത് എന്ന് പറയുന്നത്? ഏത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക, അതാണ് ഏത്? ഫാഗോസൈറ്റോസിസ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരും, നോക്കിക്കോ കേട്ടോ. ആ ഫാഗോസൈറ്റോസിസിന് ഇതിൽ ഏതാണ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ പഠിച്ചു രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന രണ്ടെണ്ണം ഏതാ പറഞ്ഞ? മോണോസൈറ്റും ന്യൂട്രോഫിലും. ഏതാണ്? മോണോസൈറ്റും മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഏതാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലും. മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. അതെന്താ കാരണം? നമ്മളിവിടെ ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, ന്യൂട്രോഫില്. പിന്നെ എന്താ പറഞ്ഞത്? ബാക്ടീരിയ, മൃതകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. കണ്ടോ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നതിനാണ് ഉദാഹരണമാണ് ഫാഗോസൈറ്റോസിസ്. അതിന് രണ്ടെണ്ണമാണ് ഉദാഹരണം. വെരി ഇമ്പോർട്ടന്റ്, എക്സാം ഹാളിൽ തെറ്റാൻ പാടില്ല. ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. ലിംഫോസൈറ്റുകൾ എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു അല്ലെ, പ്രത്യേകം കണ്ടെത്തിയിട്ട് നശിപ്പിക്കുന്നു പറഞ്ഞു അല്ലെ. ഇനി അതിൽ തന്നെ ലിംഫോസൈറ്റുകൾക്ക് ഉദാഹരണമാണ് ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. ഈ ടി ലിംഫോസൈറ്റ് രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. ബി ലിംഫോസൈറ്റും രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ തന്നെയാണ്. എന്നാൽ ഇവ പാകപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയിലാണ്. എന്നാൽ ഇവ പാകപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ തന്നെയാണ്. ഇവ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുമ്പോൾ ഇവ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. നന്നായിട്ട് പഠിച്ചു വെക്കണേ. ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും രൂപപ്പെടുന്നത് എവിടെ തന്നെയാണ്? അസ്ഥിമജ്ജയിൽ തന്നെയാണ്. എന്നാൽ ഇവ പാകപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയിലാണ്. ടി നമ്മൾ എങ്ങനെ എഴുതും? തൈമസ് അങ്ങനെ എഴുതില്ലേ? അപ്പൊ ഇവിടെ ടി അല്ലേ? ടി ലിംഫോസൈറ്റ് അല്ലേ? അപ്പൊ തൈമസ് ഗ്രന്ഥി. ഓക്കെ ആണോ? ഇവിടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതും ടി ലിംഫോസൈറ്റ് ആണ്. എന്നാൽ ഇവ രണ്ടും രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും ഒക്കെ അസ്ഥിമജ്ജയിൽ തന്നെയാണ്. ഇവ ആന്റിബോഡികളെ ബോഡി കണ്ടോ? ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ്. അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടൊക്കെ നശിപ്പിക്കുന്ന ടി ലിംഫോസൈറ്റ് അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ പ്രോട്ടീനാണ് ഒരു ആന്റിബോഡി. ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഏത്? ആന്റിബോഡി എന്ന് പറയുന്നത് അല്ലെ. അതിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ് കേട്ടോ. ഇനി RBC കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ഏത്? എറിത്രോസൈറ്റോസിസ്. RBC കൂടിയാൽ, അരുണ രക്താണുക്കൾ കൂടി നമ്മളൊക്കെ പനിയൊക്കെ വരുമ്പോൾ അവിടെ കൗണ്ട് നോക്കില്ലേ, കൗണ്ടിന്റെ എണ്ണം കൂടിയിരിക്കുകയാണ്, കുറയണം എന്നൊക്കെ പറയില്ലേ. അപ്പൊ RBC കൂടിയാൽ ഉണ്ടാകുന്ന അസുഖമാണ് എറിത്രോസൈറ്റോസിസ്. കുറഞ്ഞാലാണ് എറിത്രോസൈറ്റോപീനിയ. ഇനി WBC കൂടിയാലാണ് ലൂക്കോസൈറ്റോസിസ്. എന്താണ്? WBC കൂടിയാൽ ലൂക്കോസൈറ്റോസിസ്. ഇവിടെയൊക്കെ സൈറ്റോസിസ്, സൈറ്റോപീനിയ. ഓക്കെ, ഇവിടെ കുറഞ്ഞാലോ ലൂക്കോ എന്നാണ്, ലൂക്കോസൈറ്റോപീനിയ. ഇനി പ്ലേറ്റ്ലേറ്റ് കൂടിയാലോ ത്രോംബോസൈറ്റോസിസ്. കുറഞ്ഞാലോ ത്രോംബോസൈറ്റോപീനിയ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ശാസ്ത്രീയ നാമങ്ങള്? അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റോസിസ് എന്ന് പറഞ്ഞില്ലേ. WBCയുടെ പറഞ്ഞില്ലേ ലൂക്കോ എന്ന് പറഞ്ഞു. പ്ലേറ്റ്ലേറ്റിന്റെ ത്രോംബോസൈറ്റോസിസ് എന്നൊക്കെ പറഞ്ഞില്ലേ. അത് അത്രയും ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ കൂടെ സൈറ്റോസിസും ഇവിടെ സൈറ്റോപീനിയ. സൈറ്റോപീനിയ കുറഞ്ഞാലും കൂടിയാലും. ഇനി എന്താണ് ഈ പ്ലീഹ എന്ന് പറഞ്ഞാൽ? പ്ലീഹ എന്താണ്? അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലീഹയാണ്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന പ്ലീഹയാണ്. അതേപോലെ തന്നെ RBCയുടെ സംഭരണശാലയാണ് പ്ലീഹ. നമ്മുടെ ശരീരത്തിലെ രക്തബാങ്കാണ് പ്ലീഹ. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് ഇത് പ്ലീഹ എന്ന് പറയുന്നത്. എല്ലാം പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. എല്ലാം പ്രീവിയസ് ആണ്. RBCയുടെ ശവപ്പറമ്പ്, RBCയുടെ സംഭരണശാല, ശരീരത്തിലെ രക്തബാങ്ക്, പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം, എല്ലാം ഓൾ ഇൻ ഓൾ. ഇനി നമുക്ക് ഹൃദയത്തെ കുറിച്ചിട്ടുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? കാർഡിയോളജി എന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിലെ പമ്പ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ശരീരത്തിലെ പമ്പ്
അടിക്കും അല്ലേ? ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൃദയമാണ്. ഹൃദയത്തെ കുറിച്ചിട്ടുള്ള പഠനം ഏതാണ്? കാർഡിയോളജി. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്, നമ്മുടെ ഹാർട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പെരികാർഡിയമാണ്. എങ്കിൽ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഏതാണ്? മെനിഞ്ചസ് ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഏതാണ്? പ്ലൂറയാണ്. ഓക്കെ. ഹൃദയത്തിന്റെ ഭാരം 300 ഗ്രാം ആണ്. എത്ര തവണ ഇടിക്കും? ടക്ക് ടക്ക് ടക്ക്. പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും 72 തവണ അടിക്കും. മനസ്സിലായോ? പുരുഷനില് അത് ഏകദേശമൊക്കെ വ്യത്യാസം അടിക്കും അല്ലെ? 70 ഒരു 72 തവണയൊക്കെ എന്ത് ചെയ്യും? പുരുഷനിൽ അടിക്കും. എന്നാൽ സ്ത്രീകളിലൊക്കെ എന്താകും? അവർക്ക് എന്താണെന്നറിയോ? 78 to 82 തവണ ഒരു മിനിറ്റ് അടിക്കാൻ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളല്ലേ, പലതും ആലോചിക്കാനല്ലേ വീട്ടിൽ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ അല്ലേ? സഹനശക്തിയാണ് അല്ലേ? അതേപോലെ തന്നെ ഹൃദയമിടിപ്പ് കൂടുന്നൊരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ടാക്കികാർഡിയ. ഹൃദയമിടിപ്പ് കുറയുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ. ഇനി ഹൃദയമിടിപ്പ് എന്താ പറയാ നിയന്ത്രിക്കുന്ന, നമ്മളിപ്പോ പഠിച്ച ഭാഗമാണ് ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിലെ മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. ഹൃദയമിടിപ്പ് ഉയർത്തുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിനാണ്. ഹൃദയമിടിപ്പ് നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിച്ചൊക്കെ ആകുമ്പോൾ സ്പീഡ് അടിക്കില്ലേ? അതെന്താ? അവിടെ അഡ്രിനാലിൻ ഹോർമോണിന്റെ ഉൽപാദനം നടന്നു കേട്ടോ. പിന്നെ ഈ ഹൃദയമിടിപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണ്. ഹൃദയമിടിപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണ്. ഈ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാ? റെനെ ലെനാക്ക് ആണ്. ആരാണ്? റെനെ ലെനാക്ക്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണം പെരികാർഡിയം. ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് 300 ഗ്രാം ആണ് ഭാരം. ഒരു മിനിറ്റിൽ 72 തവണയാണ് ഹൃദയമിടിപ്പ്. ഹൃദയമിടിപ്പ് കൂടുന്ന അവസ്ഥ ടാക്കികാർഡിയ, കുറഞ്ഞുന്ന അവസ്ഥ ബ്രാഡികാർഡിയ. ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. ഹൃദയമിടിപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതസ്കോപ്പ് ആണ്. കണ്ടുപിടിച്ചത് റെനെ ലെനാക്ക് ആണ്. ലോക ഹൃദയ ദിനം എപ്പോഴാണ്? ലോക ഹൃദയ ദിനം പഠിച്ചു വെക്കണേ. സെപ്റ്റംബർ 29 ആണ് ലോക ഹൃദയ ദിനം. മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര? 4 അറയാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഇടത് ഏട്രിയം അല്ലെ? ഇടത് ഏട്രിയവും പിന്നെ ഏതാണ്? വെൻട്രിക്കിളും അല്ലെ? ഏട്രിയം, വെൻട്രിക്കിൾ അല്ലെ? അറകളുടെ എണ്ണം അല്ലെ? ഇടത് ഏട്രിയം ഉണ്ട്, വലത് ഏട്രിയം ഉണ്ട്, ഇടത് വെൻട്രിക്കിൾ ഉണ്ട്, വലത് വെൻട്രിക്കിൾ ഉണ്ട്. അങ്ങനെ 4 അറകളാണ് ഉള്ളത്. ഓക്കെ. ഇനി അതിൽ തന്നെ ഹൃദയത്തില് നോക്കിക്കേ, സിരകളുണ്ട്, ധമനികളുണ്ട്, പിന്നെ അതേപോലെ എന്തുണ്ട്? ലോമികകളുണ്ട്. എന്താണിത്? നമ്മുടെ രക്തക്കുഴലുകളാണ്. ഹൃദയത്തിലെ രക്തക്കുഴലുകളാണ് ഏത് എന്ന് പറയുന്നത്? സിരകളും ധമനികളും ലോമികകളും. ഈ ധമനികൾ എന്താണ് ചെയ്യുന്ന പ്രവൃത്തി? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സിരയാണ് അല്ലെ? സിരകളുടെ പ്രവൃത്തി എന്താണ്? രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. രക്തത്തെ എന്ത് ചെയ്യാണ്? ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് ഏത് വഴിയാണ്? സിരകൾ വഴിയാണ് കേട്ടോ. സിരകൾ എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ ഒരു ഭിത്തിയാണ്. വാൽവുകൾ കാണപ്പെടുന്നുണ്ട് കേട്ടോ. ഇതില് വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. അശുദ്ധ രക്തം വഹിക്കുന്നത് കേട്ടോ. അശുദ്ധ രക്തം വഹിക്കുന്നത് സിരകളാണ്. ഇനി ധമനികൾ പഠിക്കുമ്പോൾ എന്താണ്? ഇനി ഹൃദയത്തിൽ നിന്നും എന്ത് ചെയ്യാണ്? രക്തത്തെ പുറത്തേക്ക് ഒഴുകുന്നത് കേട്ടോ. അവിടെ രക്തത്തെ പുറത്തു നിന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് സിരയാണ്. എന്നാൽ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത് ധമനികളാണ്. ധമനിയോ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. കനം കൂടിയതാണ്. ശുദ്ധരക്തം വഹിക്കുന്നത്. ഒറ്റൊന്ന് പഠിച്ചു വെക്കുക. രണ്ടും കൂടി പഠിച്ചു വെച്ചാൽ കൺഫ്യൂഷൻ തിരിയും. ഒറ്റൊന്ന് ഞാൻ സിരകൾ മാത്രം പഠിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത്? ധമനി എന്ന് പഠിച്ചാൽ മതി. ഓക്കെ. ശുദ്ധരക്തം വഹിക്കുന്നത് ഏതാണ്? ധമനിയാണ് ശുദ്ധരക്തം വഹിക്കുന്നത് കേട്ടോ. അതേപോലെ ഉയർന്ന വേഗത്തിലും നല്ല മർദ്ദത്തിലും ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? രക്തം ഒഴുകുക. ഓക്കെ. ഇനി എന്താണ് ലോമികകള്? ഈ സിരകളെയും
ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആര് ലോമികകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇതില് സുഷിരങ്ങളുണ്ട്. സുഷിരങ്ങൾ കാണാൻ കഴിയും ഇതില് ലോമികകളില്. എന്നാൽ ഇവിടെ വാൽവുകൾ ഇല്ല കേട്ടോ. ഇതില് ലോമികകളില് വാൽവുകൾ ഇല്ല. ഇനി നോക്കിക്കേ, നമുക്കിവിടെ ഹൃദയത്തിന്റെ അറകൾ നോക്കാം. മനുഷ്യ ഹൃദയത്തിലെ അറകൾ നമ്മൾ 4 പഠിച്ചു. പാറ്റയിൽ എത്രയാണ്? പാറ്റയിൽ 13. പ്രീവിയസ് ചോദ്യമാണ്. പാറ്റയുടെ ഹൃദയത്തിൽ ആകെ ഇനി നോക്കില്ലേ, പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 13. എന്നാൽ മത്സ്യത്തിൽ എത്രയാണ്? 2. മത്സ്യത്തിൽ എത്രയാണ്? 2. ഉരഗങ്ങൾ, ഉഭയജീവികൾ, അതേപോലെ തന്നെ പല്ലി. ഓക്കെ, ഉരഗങ്ങൾ, ഉഭയജീവി, പല്ലി, ഇതിൽ 3ലും 3 അറകളാണ്. ഉരഗങ്ങൾ, ഉഭയജീവി, പല്ലിക്ക് 3 അറകളാണ്. എന്നാൽ പക്ഷികൾക്കും മനുഷ്യനും സസ്തനിക്കും എത്രയാണ്? 4 അറകളാണ്. ഓക്കെ ആണല്ലോ. മത്സ്യത്തിന് 2, പാറ്റയ്ക്ക് 13, മനുഷ്യൻ, പക്ഷികൾ, സസ്തനി 4, ഉരഗങ്ങൾ, ഉഭയജീവി, പല്ലി 3 അറകളാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 2 ക്ലാസ് കൊണ്ട് എന്ത് ചെയ്യാം? ബയോളജി അവിടെ കംപ്ലീറ്റ് ആക്കട്ടോ. അപ്പോൾ ബയോളജി, ജോഗ്രഫി, ഹിസ്റ്ററി ഇതൊക്കെ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ധൈര്യമായിട്ടിരിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഒപ്പം വരുന്നുണ്ട്. 2 കൂടി ആകുമ്പോഴേക്കും സെറ്റ് ആവും. നല്ല മാർക്ക് നിങ്ങൾ ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ടെലിഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ നമ്മൾ ഈ 30 ഡേയ്സ് ചാലഞ്ച് അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഒക്കെ പ്രയോജനപ്പെടുത്തിയാൽ നല്ല മാർക്ക് കിട്ടും. ഓക്കെ, ഒഴിവുള്ള സമയത്തൊക്കെ ആ ക്ലാസ്സുകളൊക്കെ എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ.